ഇത് നമുക്ക് വേറൊരു ക്ലയൻറ്റ് റെഫറൻസ് തന്ന മോഡലാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആർട്ട് ലെതറിൽ ആണ് വേണ്ടത്. അവരിവിടെ വന്നിട്ട് ഫാബ്രിക്സ് ഒക്കെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫാബ്രിക്സ് അവരിവിടെ നിന്ന് ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. സെയിം കളർ എടുത്ത് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ കോഡ് നമ്പർ അടക്കം അത്. അപ്പോൾ അതിന് ക്യൂൺ സൈസ് വരണം. അങ്ങനെ ഒരു കിങ് സൈസ് അത് വിത്ത് വിങ്സ് ഉണ്ട്. ഹെഡ് ബോർഡിൽ സൈഡിൽ വിങ്സ് ഉണ്ട്. പിന്നെ ഒരു കട്ടൽ വേണ്ടത് ഇങ്ങനത്തെ ഗ്രീൻ ഷെയ്ഡിൽ ആണ് വേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിനും ഹെഡ് ബോർഡിൽ ഒരു സ്ലോപ്പ് ഉണ്ട്. ഇങ്ങനെ സ്ലോപ്പ് അവർക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ്. സ്ലോപ്പ് വരുമ്പോഴത്തേനും അതിനനുസരിച്ചിട്ട് കട്ടലിൻ്റെ ലെങ്ത്തും അതുപോലെ കൂടും. അപ്പോൾ നമ്മളതിൻ്റെ ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതായത് അവർക്ക് റൈറ്റ് സൈഡിൽ ഡ്രോയർ വേണം. നമുക്ക് വേണ്ട മോഡൽ ആദ്യം വരച്ചെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ബാക്കിലേക്ക് വരച്ചു തുടങ്ങും. അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഉള്ളിലത്തെ സ്ട്രക്ചർ എങ്ങനെ വേണം, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടാവും ഫോട്ടോസ്, ഒറിജിനൽ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. നമസ്കാരം. നമ്മളിത് കൊടുങ്ങല്ലൂർ സൈറ്റിലുള്ളത്. ഇവിടുത്തെ ക്ലയൻറ്റ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്നൊരു 3 ബെഡ് കോട്ടിൻ്റെ ഫോട്ടോസ് കാണിച്ചു തന്നിട്ട് ആണ് നമ്മളടുത്തേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ 3 ബെഡ് കോട്ടുകൾ പരിചയപ്പെടുത്തി തരാം. കംപ്ലീറ്റ് ലെതറിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു കിങ് സൈസ് ബെഡ് കോട്ട് വിത്ത് ഡ്രോയർ സ്റ്റോറേജ് ഉള്ളതാണ്. ഇതിന് ഹെഡ് ബോർഡിൽ ഇതേപോലെ സ്ലോപ്പ് ഉണ്ട്. ഇതേപോലെ സ്ലോപ്പ് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ചാരിയിരിക്കാനൊക്കെ പറ്റും. സോഫ്റ്റ് ഫോമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇങ്ങനെ വിങ്സ് വരുന്നിട്ടുണ്ട്. ഈ വിങ്സ് റിമൂവബിളാണിത്. ഫുൾ മെറ്റൽ സ്ട്രക്ചറാണ്. നമ്മളെല്ലാം മെറ്റൽ സ്ട്രക്ചർ ചെയ്യുന്നത്. ഇതിന് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇളക്കമൊന്നും ഉണ്ടാവില്ല. നമ്മളെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കട്ടൽ നമുക്ക് റൂമിൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ തള്ളി നീക്കണമെങ്കിലൊക്കെ നീക്കാൻ പറ്റും. പിന്നെ നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞ പ്രകാരം അവിടെ സൈഡിലൊരു സ്റ്റോറേജ് ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡ് ടേബിൾ വരുന്നതുകൊണ്ട് നമ്മൾ സാധാരണ വലിപ്പത്തിൽ ചെയ്തിട്ടില്ല, കുറച്ചും കൂടി സൈസ് ചെറുതാക്കിയിട്ടാണ് ഡ്രോവർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ് കോട്ട് വരുന്നത്. ഇതൊരു ഒലീവ് ഗ്രീനിൽ ആർട്ട് ലെതറിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ക്ലയൻറ്റ് പറഞ്ഞ പോലെ തന്നെ ഹെഡ് ബോർഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതുപോലെ സ്റ്റിച്ചിങ് കൊടുത്ത് ലെഗ് ബോർഡിലും സ്റ്റിച്ചിങ് കൊടുത്തിട്ട് സ്റ്റോറേജ് ഇല്ലാതെ ഒരു ബോക്സ് ടൈപ്പ് ബെഡ് കോട്ട് വിത്ത് സ്ലോപ്പിംഗ് ഹെഡ് ബോർഡ്. ഒരു സ്ലോപ്പ് ഉണ്ട് ഹെഡ് ബോർഡിന്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ തലക്ക് മുകളിലായിട്ട് ഹെഡ് ബോർഡ് നിൽക്കും. നല്ല കംഫർട്ടിൽ സോഫയിൽ ഇരിക്കുന്ന പോലെ റിലാക്സ് ചെയ്ത് കാല് നീട്ടി വെച്ചിട്ട് ഇരിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ബെഡ് കോട്ടാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന ഹെഡ് ബോർഡുകളൊക്കെ പക്ക ഫ്ലാറ്റ് ആയിരിക്കും. ഈ സ്ലോപ്പായിട്ടുള്ള ഹെഡ് ബോർഡ് ചെയ്യുമ്പോൾ വലിയ സ്ട്രക്ചർ, സോഫയൊക്കെ ചെയ്യുന്ന പോലെ വലിയ സ്ട്രക്ചർ ആവശ്യമുള്ളതാണ്. ഇതാണ് ഈ വീട്ടിലെ 3ആമത്തെ ബെഡ് കോട്ട് വരുന്നത്. ഇത് ഒരു കോഫി ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ഷെയ്ഡ് ക്ലയൻറ്റ് സെലക്ട് ചെയ്തത്. അതും ആർട്ട് ലെതറിൽ തന്നെയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഫർണിച്ചേഴ്സ് ആർട്ട് ലെതറിൽ ചെയ്തിരിക്കുന്നത്. സോഫ, ഡൈനിങ് ചെയേഴ്സ്, ബെഡ് കോട്ടുകൾ എല്ലാം സ്ലോപ്പായിട്ടുള്ള ഹെഡ് ബോർഡ്. ഇനി ഇതിലും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഫുൾ പ്ലെയിൻ സിംപിളിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കണം. സ്റ്റോറേജ് വേണം. സ്റ്റോറേജ് കാണാത്ത സൈഡിൽ അപ്പുറത്തെ സൈഡിൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ കിട്ടും. ഫ്രണ്ടിലൊരു 3 ലൈൻസ് കൊടുത്താൽ മതി. ഹെഡ് ബോർഡിൽ 2 സ്റ്റിച്ചിങ് ക്ലയൻറ്റിൻ്റെ ഡിസൈനായിരുന്നു.